ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കിഡ്സ് അപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഭാനുപ്രിയ ജയൻ, തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു ആന പിപ്പി എങ്ങനെ നിർമ്മിക്കാമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. നമുക്കിതിനാവശ്യമായ സാമഗ്രികൾ: ഒരു കത്രിക, ബലൂൺ, 10 സെൻറ്റിമീറ്റർ നീളവും 1 ഇഞ്ച് വ്യാസവുമുള്ള ഒരു PVC പൈപ്പ്, റബ്ബർ ബാൻഡ്, പേനയുടെ ഒഴിഞ്ഞ ഒരു ട്യൂബ്, ഇൻസുലേഷൻ ടേപ്പ്. നമുക്കിത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. അതിന് ഈ ബലൂണിൻ്റെ ഈ അറ്റം ആദ്യം ഒന്ന് കട്ട് ചെയ്യുക. ഇനി ബലൂൺ ഊതുന്ന ഈ ഭാഗത്ത് ഈ പേനയുടെ ഒഴിഞ്ഞ ട്യൂബിനെ ഫിറ്റ് ചെയ്യാം. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം. ഇനി ബലൂണിൻ്റെ ഈ അറ്റത്തെ ഈ പൈപ്പിലേക്കും ഫിറ്റ് ചെയ്യാം. ഈ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ആനപ്പീപ്പി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പൈപ്പിന് ലംബമായി ഈ ട്യൂബിനെ വെച്ചുകൊണ്ട് ഊതുക. ഊതുമ്പോൾ പൈപ്പ് ഈ ട്യൂബിനെയും ബലൂണിനെയും തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഊതുക. ഇവിടെ നിന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് പിടിച്ചുകൊണ്ട് ഊതുക എന്ന് പറയുന്നത്. ആനയുടെ ചിന്നംവിളി പോലെയുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ചിന്നംവിളി പോലെയുള്ള സൗണ്ട് നമ്മളിവിടെ കേട്ടില്ലേ? എങ്ങനെയാണ് ഈ സൗണ്ട് ഇവിടെ ഉണ്ടാകുന്നത്? ബലൂൺ ഡയഫ്രത്തിൻ്റെ കമ്പനം മൂലമാണ് ഇവിടെ ഈ സൗണ്ട് ഉണ്ടാകുന്നത്. പേനയുടെ ഈ ഓടയിൽ കൂടി ഉള്ളിലേക്ക് കയറുന്ന വായുവിന് പുറത്തേക്ക് പോകുവാൻ വഴിയില്ല. അത് ഈ ബലൂൺ ഡയഫ്രത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. വേഗത്തിൽ ഈ വായു ഈ ബലൂൺ ഡയഫ്രത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ സൗണ്ട് ഉണ്ടാകും. ഇവിടെ വേഗത്തിൽ ദ്രുതഗതിയിലുള്ള ഈ വായുവിൻ്റെ ചലനമാണ് ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ദ്രുതഗതിയിലുള്ള ചലനമാണ് കമ്പന ചലനം. ഇവിടെ കമ്പനം മൂലമാണ് സൗണ്ട് ഉണ്ടാകുന്നത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ എന്നെ ചെയ്യുവാൻ വേണ്ടി സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ സയൻസ് ടീച്ചർ മഞ്ജു കൊച്ചമ്മയ്ക്ക് നന്ദി.